കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിൻ്റെ അപകടാവസ്ഥയിലുള്ള ആ ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കെട്ടിടത്തിന് മുകളിലേക്ക് തൊഴിലാളികളെ കയറ്റിയാണ് ടവറിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ലക്ഷ്മിയിലേക്ക് പോകാം. ലക്ഷ്മി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം ഭാഗ്യമെന്ന് വേണം പറയാൻ. അന്ന് ആ ക്ലോക്ക് ടവർ വീണപ്പോൾ അതിനിടയിൽ മറ്റ് യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു സാഹചര്യം. പക്ഷേ ഇനിയും അതിൻ്റെ ആ ക്ലോക്ക് ടവറിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗം പൊളിച്ച് നീക്കുന്നതും അല്പം സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിൽ എങ്ങനെ ബാക്കി ഭാഗം കൂടി മാറ്റാനാണ് അധികൃതരുടെ ഒരു നീക്കം? ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിൻ നിയന്ത്രണമടക്കം ഉണ്ടോ? സ്വപ്നം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രമകരമായ ദൗത്യമായിരുന്നു. എന്നാൽ പോലും ഈ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് ഇന്നലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി അടിഭാഗത്തേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി മാറ്റാനുള്ളത്. ഏതായാലും ഇന്ന് ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ഏകദേശം ഇത് പൊളിച്ചു നീക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇനി മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ഒരു രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമിലുള്ള അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സംഭവത്തിൽ റെയിൽവേ റെയിൽവേയുടെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു അപകടം, അതായത് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ യാത്രക്കാർ എത്താതിരുന്നത് തന്നെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് റെയിൽവേ ഇത്തരത്തിലൊരു നടപടി, അതായത് അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രെയിൻ പോകുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ക്ലോക്ക് ടവറിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇത് പൊളിച്ചു നീക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കരാർ കമ്പനി അത് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ക്ലോക്ക് ടവറിൻ്റെ ആ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാതെ മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ അതിൻ്റെ മുകളിൽ ഈ തൊഴിലാളികൾ അതിൻ്റെ മുകളിൽ കയറ്റി സാവധാനം അത് ബാക്കിയുള്ള ആ ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടരുകയാണ്. എന്തായാലും ട്രെയിനുകൾക്ക് ചില നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3 ട്രാക്കുകളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. മാത്രമല്ല ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയും ഇപ്പോൾ വഴി തിരിച്ചുവിടുന്ന സാഹചര്യമാണ്.